തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കുടിശ്ശിക വരുത്തിയ തുക അടയ്ക്കാത്തതിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. വൈദ്യുതി തുക അടയ്ക്കണമെന്ന് കാണിച്ച ദേവസ്വം ബോർഡ് അധികൃതർ പിരിച്ചുവിട്ട മുൻ ഉപദേശക സമിതി സെക്രട്ടറിക്കും പ്രസിഡന്റിനും നോട്ടീസ് അയച്ചിരുന്നു. അതേസമയം തുക ഉടൻ അടയ്ക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ജനം ടിവിയോട് പ്രതികരിച്ചു. അപ്പൊ ഉപദേശക സമിതിക്ക് ഉണ്ടായ ഒരു വീഴ്ചയാണിത്. ഉപദേശക സമിതി ഞങ്ങൾ പിരിച്ചുവിടാൻ കാരണമുണ്ട്. ഒരുപാട് പരാതികളുമായി ബന്ധപ്പെട്ടാണ് ഉപദേശക സമിതി ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഉപദേശക സമിതി ആയിരുന്നു ഈ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടിയിരുന്നത്. എന്നാലും ഞങ്ങൾ ഉപദേശക സമിതിയെ ചാരി ഞങ്ങൾ ഇത് വിശ്വാസികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങള് വൈദ്യുതി ബില്ല് കുടിശ്ശികയുള്ള വൈദ്യുതി ബില്ല് അടച്ച് ദേവസ്വം ബോർഡ് അത് പുനഃസ്ഥാപിക്കും. ഒപ്പം തന്നെ ഇവർക്ക് റവന്യൂ വർക്കുകൾക്ക് വേണ്ടി ഉപദേശക സമിതി ഭാരവാഹികൾക്ക് പേരിൽ നോട്ടീസ് അയക്കുകയും ചെയ്യും. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഈ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ ജനങ്ങൾ, അവിടുത്തെ നാട്ടുകാരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ദേവസ്വം ബോർഡിന്റെയും ഒപ്പം മുൻ സമിതിയുടെയും ഉപദേശക സമിതിയുടെയും ഒക്കെ തന്നെ വീഴ്ചയെന്നാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയാനുള്ളത് ഈ വൈദ്യുതി പുനരാരംഭിച്ചു കഴിഞ്ഞു, അവിടേക്ക് എത്തിക്കുമെന്ന് ഈ ബില്ല് കുടിശ്ശികയൊക്കെ കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ വൈദ്യുതി ബന്ധം അവിടെ പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് നേരത്തെ നമ്മളോട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പറഞ്ഞത്. രജനി, ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവമാണ് വെള്ളായണി ദേവീക്ഷേത്രത്തിൽ ഇന്നലെ അരങ്ങേറിയത്. ഏകദേശം രാവിലെ 11 മണിയോടുകൂടി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് ഈ നിമിഷം പോലും അത് തിരിച്ച് കണക്ഷൻ നൽകുവാനുള്ള നടപടികളൊന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അല്പസമയം മുമ്പ്, അതായത് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിരുന്നു ഇത് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തടിതപ്പുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടു. ഈ ക്ഷേത്രത്തിന്റെ ഈ പിരിച്ചുവിട്ട ഭരണസമിതിയുടെ സെക്രട്ടറി ഈ വിഘ്നേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് വിഘ്നേഷിനോട് തന്നെ ചോദിക്കാം, ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം. ഈ ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വരെ വിച്ഛേദിക്കുന്ന സ്ഥിതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായി. അത് എത്തരത്തിൽ അതിനെ നോക്കിക്കാണുന്നു? ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. മുൻകാലങ്ങളിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് കോവിനകത്തുള്ള കാര്യങ്ങളിൽ ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം അടച്ചിട്ടുള്ളത്. നമ്മൾ പുറത്തുള്ള ഉത്സവപരമായ കാര്യങ്ങളിൽ സദ്യലത്തിൻ്റെ കണക്ഷൻ കാര്യങ്ങളുമെല്ലാമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ക്ഷേത്രത്തിനകത്തുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വരെയാണ് നോക്കാനുള്ളത്. അപ്പം ഇന്നുവരെ എനിക്ക് അങ്ങനെ ഒരു അറിവില്ല ദേവസ്വം ബോർഡ് വരെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഈ ബില്ലൊക്കെ അടച്ചുകൊണ്ടിരിക്കും, ക്ഷേത്രത്തിന്റെ വൈദ്യുതി ചാർജിന്റെ എല്ലാം ബില്ല് അടയ്ക്കുന്നത് ക്ഷേത്രം തന്നെയാണ്. അതെ, ദേവസ്വം ബോർഡ് വരെയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ ദേവസ്വ സദ്യലത്തിലെ കാര്യങ്ങളെല്ലാം അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലെല്ലാം നമ്മളാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷമാണ് ഇങ്ങനെ ഒരു പേപ്പർ നമ്മളെ കയ്യിൽ വന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇത്തരത്തിലുള്ള നടപടി എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിങ്ങൾ ചോദിച്ചു? അതെ, തികച്ചും രാഷ്ട്രീയമായിട്ടാണ് നമ്മളെ പിരിച്ചുവിട്ടതും രാഷ്ട്രീയ പ്രേരിതമാണ്. അതായത് രജനി, ഇത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയുടെ മുൻ സെക്രട്ടറി നമ്മളോട് പറയുന്നതും. ഇത് തികച്ചും ഒരു രാഷ്ട്രീയ പ്രേരിതമായൊരു കാര്യം കൂടിയാണ്. അതിൻ്റെ ഒരു പുറത്താണ് ഇത്തരത്തിൽ ഭക്തരോട് ഒരു വെല്ലുവിളി ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത്. അത് KSEBയെ കൊണ്ട്, അല്ലെങ്കിൽ 2 തവണ KSEB ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആ നോട്ടീസ് നൽകിയപ്പോഴൊന്നും ഈ തുക അടയ്ക്കുവാനുള്ളൊരു സാഹചര്യം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കിയിരിപ്പുണ്ട്. അത് കോടതിയിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണക്കുകളെല്ലാം അതിൽ തന്നെ ഏകദേശം ഒരു 8 ലക്ഷത്തോളം രൂപ ഇതിന് നീക്കിയിരിപ്പുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായത്. അങ്ങനെ വേണമെങ്കിൽ അതിൽ നിന്ന് തന്നെ എടുത്ത് ഈ ബില്ല് അടയ്ക്കാവുന്നതേ ഉള്ളായിരുന്നു ഈ ദേവസ്വം ബോർഡിന്. അതുപോലും ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു പ്രതികാര ബുദ്ധിയാ ദേവസ്വം ബോർഡ് ഈ ഒരു നടപടി, ഭക്തരെ വെല്ലുവിളിക്കുന്ന ഒരു നടപടി, ക്ഷേത്രത്തെ ഇരുട്ടിലാക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് M. ഗോപാൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗോപാൽജി, എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചത്? അതായത് ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹൈന്ദവ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു ക്ഷേത്രത്തെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഒരു പകലും ഒരു രാത്രിയുമെല്ലാം ഈ ക്ഷേത്രത്തിനെയും ഒക്കെ ഇരുട്ടിലാക്കുന്ന രീതിയിലേക്ക് എത്തുകയാണ്. അത്തരത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ച സാഹചര്യം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും വിശ്വാസം നശിക്കും. അത് ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ പറ്റിയതാണെന്ന് ആദ്യം മുതലേ പ്രഖ്യാപിച്ച പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സ്വാഭാവികമായും ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരുടെയും, അതായത് ഹിന്ദു ധർമ്മത്തെ തന്നെ നശിപ്പിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ തകർക്കാനാണ് ഈ സർക്കാരിൻ്റെ ശ്രമം. എല്ലാ കാലത്തും ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയക്കാരിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് പലപ്പോഴും പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും വഴങ്ങാത്ത സർക്കാരുകളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അതനുസരിച്ച് നീങ്ങുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് പല ക്ഷേത്രങ്ങളും നശിപ്പിച്ചതുപോലെ ഈ വെള്ളായണി ക്ഷേത്രത്തിൻ്റെ നേരെയും ഇതേപോലുള്ള പ്രശ്നങ്ങളുമായി
ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു കാര്യം, ഇത് 33 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തുമായിട്ടുണ്ടായ ഒരു എഗ്രിമെൻ്റാണ്. ആ സമയത്ത് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇത് പൈസ അടയ്ക്കേണ്ടത് എന്നുള്ളത് ഒരു എഗ്രിമെൻ്റ് എഴുതി വെച്ചതാണ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഇപ്പോൾ ക്ഷേത്രങ്ങൾ പൈസ അടയ്ക്കേണ്ടത് ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയാണ് എന്നെല്ലാം പറയുന്നത് വെറുതെ പറയുന്ന പൊള്ളവാക്കുകളാണ്. ഇവിടെ കിട്ടുന്ന ലാഭം എവിടെ പോകുന്നു? ഇവിടെ വരുന്ന ഭണ്ഡാരത്തിലെ പണം എവിടെ പോകുന്നു? ഇവിടെ നല്ല ഇന്ന് കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേയും വരുന്ന ഭണ്ഡാരത്തിൽ വരുന്ന പൈസയും അല്ലാതെ വരുന്ന പണവും, ഈ പണങ്ങൾ മുഴുവൻ എവിടെ പോകുന്നു എന്നുള്ളത് ഒരു കണക്കും കാണിക്കുന്നില്ല. ഈ KSEBിയുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഗോപാൽജി പറഞ്ഞു 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉള്ള അതേ രീതിയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ പേരിലോ അല്ലെങ്കിൽ അതിലേക്ക് ഇതുവരെ കണക്ഷൻ മാറ്റിയെടുക്കാൻ പോലും ഇവർ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല എന്നുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അന്നത്തെ സെക്രട്ടറി മരിച്ചുപോയി, ആ ആളുകൾ ജീവിച്ചിരിക്കുന്നത് പോലും ഇല്ല. ഈ സമയത്ത് ഞാനിത് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. എങ്ങനെയാണ് ഈ ആളുകളോട് അടയ്ക്കാൻ പറയുന്നത്? അതൊരു തെറ്റായ ഇതാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഹിന്ദുധർമ്മ പരിഷത്തിനെ സംബന്ധിച്ചോളം പറയാനുള്ളത്, ഹിന്ദുക്കളെ രക്ഷിക്കുക, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പ്രവർത്തനമെല്ലാം നടക്കുന്നത്. ഹിന്ദുധർമ്മ പരിഷത്ത് ഈ പണം അടച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അടയ്ക്കാനുള്ള പണം ഇലക്ട്രിസിറ്റി ബോർഡിൽ അടച്ചിട്ട് അതിനെ വീണ്ടും കറണ്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രം എഴുതി കൊടുക്കണം. ആ ക്ഷേത്രം എഴുതി തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ പൈസ മാത്രമല്ല, ഇനി ഭാവിയിൽ ഈ ക്ഷേത്രഭരണം മാന്യമായ നിലയിൽ ക്ഷേത്രത്തിന് യോജിച്ച വിധത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, അവർക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി, അവർക്കെല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതയോടുകൂടി നടത്താൻ ഹിന്ദുധർമ്മ പരിഷത്ത് തയ്യാറാണ്. പക്ഷേ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പേരിൽ എഴുതി തരണം എന്ന് മാത്രമാണ് പറയാറുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് നമ്മൾ രാവിലെ സംസാരിച്ചു. നമ്മൾ ടെലിഫോണിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ നേരിട്ട് കാണുന്നതിന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് അനുമതി നൽകിയതുമില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഇത് ഉപദേശക സമിതി തന്നെയാണ്, ക്ഷേത്രം ഉപദേശക സമിതി തന്നെയാണ് ഈ പണം അടയ്ക്കേണ്ടത് എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് അവർ അടയ്ക്കാത്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഈ പണം അടയ്ക്കുകയാണ്, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ഒരു പ്രതികരണം? ആരുടെ പേരിൽ അവർ നിയമ നടപടികൾ സ്വീകരിക്കും? ആ നിയമ നടപടികളെ നേരിടാൻ ഈ ക്ഷേത്രോപദേശ സമിതി തയ്യാറാണല്ലോ, നേരിടാൻ വേണ്ടിയിട്ട്. കാരണം കള്ളം കപ്പലിൽ തന്നെയാണ്, അവരെ കൂടെയാണ് കള്ളന്മാരുള്ളത്, ദേവസ്വം ബോർഡിൻ്റെ കൂടെ. പിരിച്ചുവിട്ടതിനെതിരെയുള്ള ഒരു കേസ് നടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ മെമ്പർമാരും ബാക്കിയുള്ള ആൾക്കാരും ഇതേപോലത്തെ വ്യാഖ്യാനങ്ങൾ നൽകുന്നത്. ഇക്കഴിഞ്ഞ ഉത്സവത്തിന് തന്നെ ഒരു വലിയ ക്ഷേത്രത്തിലെ ഉത്സവം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരു പ്രവർത്തനം നടന്നതായി നമുക്കറിയാം. അത് വലിയ വാർത്തകളിലൊക്കെ ഇടം പിടിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതുപോലെ ഈ നിരന്തരം ഇങ്ങനെ ഈ നമ്മുടെ വെള്ളായണി ക്ഷേത്രത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഭവം നടക്കുന്നത്, അത് എന്താണ് അതിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത്? അതിൻ്റെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അവർ വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരല്ല ഈ ഭാഗത്ത് ജീവിക്കുന്നവരും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നവരും. അതുമാത്രമല്ല, ഹിന്ദു ധാർമ്മിക പ്രവർത്തനത്തിന് വൻ ശക്തിയുള്ള പ്രദേശമാണ്. ആ ശക്തിയെ തകർക്കുക എന്നുള്ള ദുഷ്ടലാക്കാണ് ഇവരുടെ പിന്നിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ദുഷ്ടലാക്ക് എന്നേ പറയാനുള്ളൂ. പല സമയത്തും കഴിഞ്ഞ പ്രാവശ്യം കാവിക്കൊടി കെട്ടിയെന്ന് പറഞ്ഞിട്ടായിരുന്നു. കാവിക്കൊടി ആരുടേതാണ്? പിന്നെ എവിടെ കെട്ടണം കാവിക്കൊടി? ക്ഷേത്രവുമായി ബന്ധിപ്പിച്ച പരിപാടിയിലല്ലാതെ എവിടെയാണ് കാവിക്കൊടി കെട്ടേണ്ടതെന്ന് അവർ പറയണം. ചുവപ്പ് കൊടി കൊണ്ട് രാഷ്ട്രീയക്കാരെ കൊടി കൊണ്ടുപോയി കെട്ടണം. രാഷ്ട്രീയക്കാരെ കൊടിയല്ലല്ലോ ഇവിടെ കെട്ടേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രശ്നം. അതേപോലെ തന്നെ ആ സമയത്ത് പല ഭാഗത്തും പോയിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കി, പല ആൾക്കാരെയും ഭീഷണിപ്പെടുത്തി. ഭീഷണിക്ക് വഴങ്ങുന്നതല്ലല്ലോ ഇന്നത്തെ ഹിന്ദു ശക്തിയാർജിച്ച ഹിന്ദുവാണ്, പ്രതികരണശേഷിയുള്ള ഹിന്ദുവാണ്. ആ ഹിന്ദുക്കളെ വേട്ടയാടാൻ വേണ്ടി ആരും തയ്യാറായി മുന്നോട്ട് വരണ്ട എന്നുള്ളൊരു അഭ്യർത്ഥനയും ഇതേപോലെയാണ് പോക്കെങ്കിൽ വൻ പ്രക്ഷോഭങ്ങൾ തന്നെ സംഘടിപ്പിക്കാൻ ഹിന്ദു സംഘടനകൾ തയ്യാറാകേണ്ടി വരും എന്നുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ, ഏത് രാഷ്ട്രീയക്കാരാണോ അവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ആ സർക്കാരിനെയും.
രജനി, ഇത്തരത്തിലാണ് ഇപ്പോൾ ഹിന്ദുധർമ്മ പരിഷത്തും നമ്മളോട് പറയുന്നത്. അതായത് ക്ഷേത്രത്തോട് കാണിച്ച ഒരു അനീതി, ഭക്തരോട് കാണിച്ച ഒരു വലിയ അനീതി, കടുത്ത നീതികേട്, ഈ ഒരു ദിവസം മുഴുവനും അല്ലെ ഒരു പകലും രാത്രിയും എല്ലാം ക്ഷേത്രത്തെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്തരമൊരു രീതിയിലേക്ക് തള്ളിവിട്ട ഈ സമീപനം അതൊരിക്കലും ശരിയായില്ല. അതിൽ ശക്തമായ പ്രതിഷേധം ഹിന്ദുധർമ്മ പരിഷത്ത് അറിയിക്കുന്നു എന്നും ഇപ്പോൾ നമ്മളോട് പറയുകയും മാത്രമല്ല ഇതിന്റെ തുക, അതായത് ഇപ്പോൾ ഈ കുടിശ്ശികയായി KSEB നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നോട്ടീസ് നൽകിയ തുക അത് ഈടാക്കുവാൻ അല്ലെങ്കിൽ അത് അടയ്ക്കുവാൻ ഹിന്ദുധർമ്മ പരിഷത്ത് തയ്യാറാണെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് പകരമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്ഷേത്രം ഹിന്ദുധർമ്മ പരിഷത്തിലേക്ക് വിട്ടു നൽകണമെന്നും എഴുതി നൽകണമെന്നും പറയുന്നുണ്ട്. കാരണം ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെ തകർക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ക്ഷേത്രത്തെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു ബാധ്യത ഈ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുക അല്ലെങ്കിൽ ഈ ഒരു തുക അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ KSEBയുടെ ബില്ല് അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഇത് ക്ഷേത്രം അത് ഹിന്ദുധർമ്മ പരിഷത്തിന് എഴുതി നൽകുവാൻ തയ്യാറാകണമെന്നും ഈ ഒരു നിർദ്ദേശം കൂടിയാണ് അവിടെയാണ് പ്രശാന്ത് ഇങ്ങനെ ഈ തുക അടയ്ക്കാൻ ഹിന്ദുധർമ്മ പരിഷത്ത് അവരത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നുള്ള ആ ഒരു നിലപാട് ഇതുവരെയും മറ്റൊരു ക്ഷേത്രങ്ങളിലും സ്വീകരിച്ചിട്ടില്ല. പല ക്ഷേത്രങ്ങളും ഇതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്ത് കാണുന്നത്, കേരളത്തിൽ കാണുന്നത്. പക്ഷെ അവിടെയൊക്കെ തന്നെ ഈ അവസ്ഥ ഉണ്ടായിട്ട് പോലും ദേവസ്വം ബോർഡ് അതിനെയൊക്കെ തന്നെ പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് വേണ്ടത് പണം മാത്രമാണ്, അല്ലാതെ ഭക്തരെയോ വിശ്വാസികളെയോ ഒന്നുമല്ല. തീർച്ചയായും രജനി, ദേവസ്വം ബോർഡിന് ആവശ്യം പണം തന്നെയാണ്. മറ്റു കാര്യങ്ങളിൽ നിന്നും ദേവസ്വം ബോർഡ് ഇടപെടുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് ഈ സമ്പത്ത് ഏറ്റവും അധികം ഉള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ദേവസ്വം ബോർഡിന്റെ കണ്ണ്. എന്നാൽ അന്യാധീനപ്പെട്ട് ക്ഷയിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളെ ഒന്നും ഉദ്ധരിക്കുവാനുള്ള നടപടികളൊന്നും ദേവസ്വം ബോർഡ് കാര്യമായി നൽകുന്നുമില്ല. അവർക്ക് പണം അനുവദിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡ് ഇറങ്ങിച്ചെല്ലുകയോ ഒന്നും ചെയ്യാറില്ല. നമുക്കറിയാം ഈ വരുമാനം എവിടെ ഉണ്ടാകുന്നു ആ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം എന്നതെല്ലാം നമുക്ക് അറിയാം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ വ്യാപകമായി ഈ വിമർശനങ്ങളെല്ലാം ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു നിർദ്ദേശം ഹിന്ദുധർമ്മ പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. വെള്ളായണി ദേവീക്ഷേത്രത്തിലെ ഈ തുക വൈദ്യുതി ബില്ല് അടയ്ക്കുവാൻ തങ്ങൾ തയ്യാറാണ്. മാത്രമല്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ക്ഷേത്രം തങ്ങൾക്ക് വിട്ടു നൽകണമെന്നൊരു നിർദ്ദേശമാണ് ഈ ദേവസ്വം ബോർഡിനോട് മുന്നിൽ വെക്കുന്നത്. ഇത് ഈ ഒരു നിർദ്ദേശത്തോട് എത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രതികരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. എന്നായാലും ശരി, ആ ഒരു നിർദ്ദേശത്തോട് ദേവസ്വം ബോർഡ് പ്രതികരണം കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അത്തരത്തിലൊരു ഈ പ്രതികരണത്തിന് മറുപടി ലഭിക്കുമെന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. എന്താ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശവാസികളും നമ്മളോടൊപ്പമുണ്ട്. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഏകദേശം 11 മണിയോടെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം അതിനുശേഷം മണിക്കൂറുകൾ പിന്നിടുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടൊരു ക്ഷേത്രമാണ്, ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണ്. ഈ വെള്ളായണി ക്ഷേത്രം പോലെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോടികൾ വരുമാനമുള്ള സ്വർണ്ണവും മുടിയും അടക്കമുള്ളവയെല്ലാം ഇവിടെ ഇരിക്കുന്ന സാഹചര്യം കൊണ്ട് അതിന് സുരക്ഷ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു കറണ്ട് ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാത്രി കൂടി കറണ്ട് ഇല്ലാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നമുക്കറിയാം. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ഒരു സമീപനം ഉണ്ടാകുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ഈ ദേവസ്വം ബോർഡ് ആ തുക അടച്ചുകൊണ്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിച്ചതുമില്ല. ഇപ്പോൾ ഇന്ന് നിൽക്കുമ്പോൾ ഏകദേശം 24 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ടും ഈ തുക അടയ്ക്കാമെന്ന് പറഞ്ഞതല്ലാതെ ആ അടയ്ക്കാമെന്ന് പറഞ്ഞത് പോലും ഒരു വൈരാഗ്യ ബുദ്ധിയുടെ പുറത്താണ്. അതായത് ഈ ഉപദേശക സമിതിയുടെ പേരിൽ കേസെടുക്കും, തുക ഞങ്ങൾ അടയ്ക്കും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്? ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഗ്രാമജില്ലയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്. ഈ വിഷയം ഇന്നലെ 11 മണിക്ക് സംഭവിച്ചാണ് 24 മണിക്കൂറാകാൻ പോകുന്നത്. ഇതുവരെയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഈ ഒരു വാർത്തയിലൂടെ കേട്ടതല്ലാതെ ഒരു വ്യക്തമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരത്തിനകം ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ടും ക്ഷേത്ര സംരക്ഷണ സമിതിയും മറ്റ് ഹിന്ദു സംഘടനകളും മുന്നോട്ട് പോകും. അത് ഒരു മുന്നറിയിപ്പായിട്ട് ദേവസ്വം ബോർഡിന് നമ്മൾ കൊടുക്കുന്നതാണ്. അതോടൊപ്പം ഈ ക്ഷേത്രം ആചാരപരമായിട്ട് വളരെ സവിശേഷതകളുള്ള ക്ഷേത്രമാണ്. കാരണം 800-850 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ഇവിടെ ക്ഷേത്ര ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഈ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും കയറി തൊഴാമെന്നുള്ളൊരു ക്ഷേത്രമായിരുന്നു. കാരണം ഇവിടെ വിവിധ ആചാരങ്ങളാണ്. ഇവിടെ എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് ഇവിടുത്തെ ആചാരങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എല്ലാ സമുദായത്തിനും അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടുത്തെ മുഖ്യ പൂജാരി എന്ന് പറഞ്ഞാൽ കൊല്ല സമുദായത്തിൽപ്പെട്ട ആളാണ് മുഖ്യ പൂജാരി. പിന്നെ ചെണ്ട
കൊട്ടുന്നത് ഇവിടുത്തെ തണ്ടാർ സമുദായക്കാരാണ്. അതേപോലെ തന്നെ കള്ള് വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കഴക ജോലികൾ ചെയ്യുന്നത് കരടിക്കൊട്ടം എന്ന് പറഞ്ഞാൽ പ്രധാന വാദ്യം, അതും ഇവിടുത്തെ പാണർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ എല്ലാ ഇവിടുത്തെ ഭരണത്തിലെ ചുക്കാൻ പിടിച്ചിരുന്നത് പണ്ട് കാലത്ത് നായർ സമുദായത്തിൽപ്പെട്ട, അങ്ങനെ എല്ലാ സമുദായത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അമ്പലമാണ്. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ആ ആചാരങ്ങളൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ അവരുടെ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരെ ഓരോ സസ്തികളിലേക്കും താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനത്തെ അലോസരപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഈ ഉത്സവം എന്ന് പറഞ്ഞത് ഏതാണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം 70-72 ദിവസം വരെയാണ് 3 വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന കാളിയൂട്ട് ഉത്സവത്തിൻ്റെ ദൈർഘ്യം. ആ സമയത്ത് ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്ന വരുമാനം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയാണ്. അതിൽ ഒരു പൈസ പോലും ഈ ക്ഷേത്രത്തിന് വേണ്ടി ചിലവാക്കാൻ നാളിതുവരെ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. ഈ കാണുന്ന വികസനമൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ 2004 ഉപദേശക സമിതി എന്നുള്ള നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉപദേശക സമിതി രൂപീകരണമായത്. അതിനു മുമ്പ് ഒരു 30-33 വർഷക്കാലം ദേവീക്ഷേത്ര സമിതി എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുണ്ടാക്കി വെച്ച വികസനങ്ങളാണ് ഈ കാണുന്നത് അത്രയും. അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ, കാരണം ഇത്രയും വലിയ ഉത്സവം നടക്കുന്ന സമയത്ത് പറണ് എന്നുള്ള പറണേറ്റ്, ആ പറണിനുള്ള മുഴുവൻ ചെലവും വഹിക്കേണ്ടത് കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡാണ്. ഏതാണ്ട് 1-2 ലക്ഷം രൂപ ആ ഇനത്തിൽ കൊട്ടേഷൻ ദേവസ്വം ബോർഡിന് കൊടുത്ത് ദേവസ്വം ബോർഡ് ഈ ഉപദേശ സമിതിക്ക് അല്ലെങ്കിൽ ആ കൊട്ടേഷൻ എടുക്കുന്ന ആളിന് കൊടുക്കാനുള്ളതാണ്. അത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ വരുന്ന എലിമിനേഷൻ്റെ മുഴുവൻ ചുമതലയും വഹിക്കേണ്ടത്. എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്.